എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വിന്താലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. ചെമ്മീൻ വെച്ചിട്ടുള്ള വേറൊരു ഐറ്റമാണ്. ഇതിൻ്റെ മെയിൻ ഒരു 3 ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രധാനമായിട്ട് ഉള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഒപ്പം സഞ്ചരിക്കാം. വരൂ, ഇന്നത്തെ വ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ വിന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചെമ്മീൻ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കുറച്ച് കടുക്, സാധാരണ ചെറിയ ജീരകം, ഉലുവ, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കണ പേസ്റ്റാണിത്. അപ്പം നമുക്ക് ഫസ്റ്റ് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടാവട്ടെ. എണ്ണ ചൂടായി തുടങ്ങി. പാൻ വെച്ച് എണ്ണ ചൂടായി. അതിലേക്ക് നമ്മളിതാ വലിയ സവാള ആണ്, വളരെ വലിപ്പമുള്ളൊരു സവാള വരുന്നത്. അത് 2 എണ്ണം ഉണ്ട് സവാള. 2 സവാള നമ്മൾ കട്ട് ചെയ്തതാണ്. അതെ, 2 സവാള ഉണ്ടായിരുന്നു. വഴറ്റി കൊടുക്കും. നിങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വിന്താലു ഒക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് മുറിഞ്ഞ റേറ്റ് കൊടുത്തിട്ട്. പക്ഷെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം പിന്നെ എല്ലാം ഇത് തന്നെയാണ് പരിപാടി. ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കലാണ് പരിപാടി. അപ്പൊ നോക്കിയ സമയത്ത് കൊള്ളാം, സംഭവം കിടക്കനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെ ഉള്ളൂ. അല്ല, അതല്ല ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പുതിയ പേരുകളിട്ട് ചെയ്യുന്നത് മുഴുവൻ റെസ്റ്റോറൻറ്റിൽ പോയി പരീക്ഷിച്ച് അവര് പറഞ്ഞ മെനു കാർഡിന്റെ പൈസ കൊടുത്ത് നമ്മൾ വരുമ്പോ അതിന് ടേസ്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കില്ല. അതിന്റെ ഒരു കാര്യം. ഇപ്പൊ നമുക്ക് സവാള നല്ലോണം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് കാശ്മീരി മുളക് പൊടിയും അല്പ ഉലുവയും കടുകും ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വരയ്ക്കാം. ഒരു ചെറിയ 2 തക്കാളി അരിഞ്ഞ് വെച്ചേക്കണം, അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയാണ്. അപ്പോൾ അതാ തക്കാളിയും ചേർത്ത് നമ്മൾ വഴറ്റി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ 100 ഗ്രാം ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പിൻ്റെ മിക്സിയിലുള്ളത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ആ മസാല കഴുകിയ വെള്ളം നല്ല കട്ടിയായിട്ടുള്ളത് ആദ്യം എടുക്കും നമ്മള് വഴറ്റി. അപ്പൊ ആ മിക്സിയിലുള്ള ബാലൻസിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുത്ത് വെച്ചേക്കണം. ഇനി ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ പാകം പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇതില് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതില് നമ്മള് ഈ ഒരു റെസിപ്പീന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഇതില് ആ തക്കാളിയുടെ ഒരു വല്ലാത്തൊരു ഫ്ലേവർ നമുക്ക് നല്ല രസമാണ് കേട്ടോ.
അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. വളരെ തിക്കാണ്, നല്ല തിക്ക് ഗ്രേവി, നല്ല പൊറോട്ടയുടെ കൂടെ കാച്ചിട്ട് എണ്ണ കാച്ചി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഓൾമോസ്റ്റ് ആവാറായിരിക്കുകയാണ് നമ്മുടെ കറി. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മഞ്ജു വരൂ, എന്താണ് മഞ്ജു ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു? നമുക്ക് ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഒരു നമ്മളിപ്പോ പഞ്ചസാര ആഡ് ചെയ്തു. ഇനി അതിന്റെ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ വിനാഗിരി, അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് എല്ലാം ആയി, ചെമ്മീനൊക്കെ നല്ലോണം കുക്കായി. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ചെമ്മീൻ വിന്താലു റെഡിയായി. നല്ല തിക്കി, നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാല്യുബിൾ ആയ കമന്റ്സും സജഷൻസും അറിയിക്കുക. വീണ്ടും അടുത്തൊരു വ്ലോഗിലൂടെ നമുക്ക് കാണണം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബി അലർട്ട്. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.